ജോസഫ് സി മാത്യു, രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. നമുക്ക് അതിനെ ഇപ്പോൾ ബന്ധങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അങ്ങനെ പറയാം. രണ്ട് കമ്പനികൾ, എക്സാലോജിക്കും CMRലും, ആ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്ന ഈ ഇടപാടിൽ ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് എന്തിനാണ് കേരളത്തിന്റെ ഏറ്റവും തലമുതിർന്ന പാർട്ടി നേതാവ് പറയുന്നത്? അത് ആ ചോദ്യത്തിൽ തന്നെ എൻ്റെ ഉത്തരവുണ്ട്. സത്യത്തിൽ ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാട് എന്നുള്ളത് തന്നെ നമ്മൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പത്രക്കുറിപ്പിൽ നിന്ന് തുടങ്ങുന്ന ഒരു വാചകം ആയതുകൊണ്ടാണ് അത് നമ്മളങ്ങനെ ആവർത്തിച്ച് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പാർട്ടി പറയാൻ ഉദ്ദേശിച്ചത് ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല, ഇത് രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. ആ ഇടപാടിൻ്റെ പേരിൽ രാഷ്ട്രീയമായി പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ തുടക്കം. പക്ഷെ അത് പറയുമ്പോൾ പോലും എന്തിനാണ് പിന്നെ നിങ്ങളത് ഏറ്റെടുക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഇപ്പോൾ ഇവിടെ ഈ റെയ്ഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചോദിച്ചതുപോലെ തന്നെ അവിടെ റെയ്ഡ് നടക്കുന്നു. ആ വീട് അതിൽ അക്യൂസ്ഡായിട്ടുള്ള വീണ ടി താമസിക്കുന്ന വീടായതുകൊണ്ടാണ് അവിടെ റെയ്ഡ് നടന്നത്. അവരുടെ പിതാവായിട്ടുള്ള 19 വയസ്സിന് മുകളിലുള്ള ആളവിടെ ഉണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എന്നോടൊന്നും ചോദിച്ചതായി കണ്ടില്ല. അവരൊന്നും അങ്ങോട്ട് അടുത്ത് ചെല്ലുകയോ എന്തെങ്കിലും ചോദിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ആ സമയത്ത് അവരുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരും ആ വീടിനുള്ളിൽ കണ്ടതിനെ ഒരുപക്ഷെ പുറത്തു പോകാനൊന്നും സമ്മതിച്ചൊന്നും വരില്ല. റെയ്ഡിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാമല്ലോ. അപ്പോൾ അതല്ലാതെ അതിനപ്പുറത്ത് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിയിലേക്ക് നീങ്ങുകയോ അദ്ദേഹത്തോട് ചോദ്യം ചെയ്യുകയോ ഒന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷെ അത് സംഭവിച്ചേക്കാം. അവിടെ മാത്രമല്ല, ഇപ്പോൾ ഭരണപക്ഷത്തുള്ള UDFൻ്റെ നേതാക്കന്മാരുൾപ്പെടെയുള്ള പല BJPയുടെ നേതാക്കന്മാരും ഒക്കെ അടങ്ങുന്ന രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, പത്രസ്ഥാപനങ്ങൾ, മതസ്ഥാപനങ്ങൾ അവരൊക്കെ ഈ ലിസ്റ്റിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളതാണ് അന്വേഷണം നേരായ വഴിക്ക് മുന്നോട്ട് പോയാൽ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് തടയിടേണ്ടത് ഇവരുടെ പലരുടേതും ആവശ്യമായി മാറിയേക്കാം. ഇപ്പോൾ അത് പിണറായി വിജയൻ്റെ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ മകളായതുകൊണ്ട് ഒന്ന്. രണ്ട്, നമുക്കെല്ലാവർക്കും വായിച്ചെടുക്കാവുന്നതുപോലെ ആ മകളുടെ കമ്പനിയിലേക്ക് വന്നതും മകളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കും വന്ന തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ച തുകയാണ്. അല്ലാതെ സേവനം ചെയ്യാതെ ഈ വീണ ടി എന്നൊരു വ്യക്തിക്ക് ഇങ്ങനെ പണം കൊടുക്കേണ്ട യാതൊരു കാര്യവും CMRലിനോ മറ്റേതെങ്കിലും സ്ഥാപനങ്ങൾക്കോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ന് വന്ന കോടതി വിധിയുടെ പശ്ചാത്തലത്തിലും കൂടിയാണല്ലോ നമ്മളിത് ചർച്ച ചെയ്യുന്നത്. അതായത് വളരെ സാങ്കേതികമായി നേരത്തെ ഷോണിയുടെ ചൂണ്ടിക്കാണിച്ചതുപോലെ CMRലാണ് കേസ് നടത്തിയതെങ്കിലും അത് ആർക്കൊക്കെ വേണ്ടിയാണ് ആ കേസ് നടത്തുന്നതെന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ എന്തു തന്നെയായാലും വാദമുഖങ്ങൾ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ വാദമുഖങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും ED ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും സമ്മൻസ് കൊടുക്കുകയും ചെയ്തത് നിയമപരമായിട്ടല്ല എന്നുള്ള വാദം ഉന്നയിക്കുകയും ചെയ്തു. അതിൽ EDയെ എംപവർ ചെയ്യുന്ന PMLA ആക്ടിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ച് എനിക്ക് ധാരാളം ആക്ഷേപമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു പൗരൻ്റെ ഭരണഘടനാപരമായ മൗലികമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലല്ല ആ നിയമനിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ ആക്റ്റും അതിൻ്റെ വ്യവസ്ഥകളും ആ അർത്ഥത്തിൽ ഒരു മൗലിക അവകാശ ലംഘനമാണ്, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് വേറൊരു വിഷയമാണ്. നിലവിലുള്ള ഒരു ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇവിടെ അന്വേഷണം നടക്കുന്നു. ആ അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾക്ക് നീതി ലഭിച്ചില്ല ഈ കേസിൽ, ബാക്കി പൗരന്മാർക്ക് ലഭിക്കുന്ന നീതി ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ഉന്നയിച്ച ആക്ഷേപം. അല്ലാതെ ഇതിൻ്റെ ഭരണഘടനാപരമായ സാധുതയല്ല ചോദ്യം ചെയ്യപ്പെടുന്നത്. അവർ പറഞ്ഞത് ഇത് ECIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, ECIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പേ ഇങ്ങനെ അന്വേഷണം നടത്തുകയോ അത് സമ്മൻസ് കൊടുക്കുകയോ ചെയ്യുന്നത് ശരിയല്ല, അതിനുള്ള ഒരു നിയമപരമായ അവകാശം EDക്കില്ല. ഇതാണ് ഉന്നയിക്കപ്പെട്ട വിഷയം. പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ മധ്യേ സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസിൽ വിജയ് മൽഹോത്ര കേസിൽ സുപ്രീം കോടതി അസന്നിഗ്ധമായി പറഞ്ഞത്
EDയുടെ PMLA ആക്ടിൻ്റെ സെക്ഷൻ 48 എംപവർ ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ECIR ഇല്ലാതെ, ECIR പോലും ഇല്ലാതെ, അതൊരു ഇൻറ്റേർണൽ ഡോക്യുമെൻ്റ് ആണ് എന്നുള്ള, FIRന് തുല്യമല്ല എന്നുള്ള EDയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് അവർക്ക് അന്വേഷണം നടത്താനും സമ്മൻസ് ഇഷ്യൂ ചെയ്യാനും വേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യാനും ഈ പ്രോപ്പർട്ടി സീസ് ചെയ്യാൻ പോലുമുള്ള അവകാശമുണ്ട് എന്നാണ് അവർ വിധിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടും കൂടിയാണ് ഞാൻ നേരത്തെ ഇത് മൗലികാവകാശ ലംഘനമാണ് എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ നിലവിൽ സുപ്രീം കോടതി വ്യാഖ്യാനിച്ചിട്ടുള്ളതും പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുമുള്ള നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചെയ്യാൻ ആ PMLA ആക്ടിൻ്റെ സെക്ഷൻ 48 പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട്. ആ അധികാരം അനുസരിച്ചാണ് അവരിത് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ബെഞ്ച് ഇതിൻ്റെ വിധി റിസർവ് ചെയ്തിരുന്നത് 2024 നേരത്തെ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ അതിനുശേഷമാണ് SFIയുടെ നടപടിക്രമങ്ങളൊക്കെ വരികയും ആ ആക്ഷേപം ഇപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് നിലനിൽക്കാത്തതാണ്. വേറെ പ്രെഡിക്കേറ്റ് ഒഫൻസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സാങ്കേതികമായിട്ടാണ് അതുകൊണ്ട് ഈ കേസ് നിലനിന്നത് തന്നെ. അവർ പറഞ്ഞ വാദം ഇത് ജഡ്ജ്മെൻറ്റിന് വേണ്ടി റിസർവ് ചെയ്യുന്ന ഘട്ടത്തിൽ അതുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത് റദ്ദാക്കണം എന്നുള്ളതാണ്. അത് ഒരു സാങ്കേതിക വാദം മാത്രമാണ്. ഇപ്പോൾ ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് അങ്ങനെ ഒരു അവകാശ ലംഘനം ഉണ്ടെന്ന് പോലും പറയാൻ കഴിയില്ല. പക്ഷേ ഇവർ അന്വേഷിക്കുകയും ഇവർ കണ്ടെത്തുകയും ചെയ്ത കാര്യം എന്താണ് എന്നുള്ളതാണ് ഇതിനേക്കാൾ കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ 48.15 ആണെന്ന് തോന്നുന്നു, അത്രയും ശതമാനം പബ്ലിക്കിന്, പൊതുജനങ്ങൾക്ക് ഓഹരിയുള്ള, 13.41 KSIDCക്ക് ഓഹരിയുള്ള, അത്രയധികം പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്താണ് ഈ CMRLൻ്റെ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തത്. അവർ ചെലവ് പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അവരിങ്ങനെ കൈക്കൂലി കൊടുക്കുമ്പോൾ ആ പണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ചെല്ലുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത് പൊതുജനങ്ങൾക്കാണ്. ഈ നേരത്തെ പറഞ്ഞ ഓഹരികൾ കൈകാര്യം ചെയ്യുന്ന പൊതുജനങ്ങൾക്കാണ്. അങ്ങനെ പൊതുപ്പണം ഇവരുടെ കയ്യിലേക്ക് വന്നു കഴിയുമ്പോൾ അതിനെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അഥവാ കൊള്ള മുതൽ എന്നാണ് നിയമം വിഭാവനം ചെയ്യുന്നത്. ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്നത് ഇവരിൽ നിന്ന് കണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ED നടത്തുന്നത്. അതുകൊണ്ടാണത് തടയാൻ കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നത്. ഇത് ഈ സാങ്കേതികവാദങ്ങൾക്കെല്ലാം അപ്പുറത്ത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള കേസായി മാറുന്നത് അതുകൊണ്ടാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി.